ബിജെപിയിൽ തർക്കം രൂക്ഷം. സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുവെന്ന് കാണിച്ച് സംസ്ഥാന ഭരണാധികാരി നാരായണൻ നമ്പൂതിരിക്കെതിരെ പി.കെ. കൃഷ്ണദാസ് പക്ഷം ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കുന്നതിലാണ് തർക്കം. പല ജില്ലകളിൽ പല മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നുവെന്നാണ് പരാതി. പരാതിയുടെ പകർപ്പ് ന്യൂസ് 18 കിട്ടി. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ആദ്യഘട്ടം മുതൽ ഈ തർക്കമുണ്ട്. കാരണം നമുക്കറിയാം, ബിജെപിയിൽ രണ്ട് പക്ഷമുണ്ട്. സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട്. കൃഷ്ണദാസ്, എം.ടി. രമേശ് അടക്കമുള്ള മറ്റൊരു വിഭാഗം മറുവശത്ത് നിൽക്കുന്നു. ഇപ്പോൾ ഈ തർക്കം സംഘടനാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ബി.ജെ.പിയിലെ തർക്കം അത് സുരേന്ദ്രന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്ന തർക്കങ്ങളാണ്. അതിപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ, അത് സംഘടനാ സംവിധാനത്തിൽ പുതിയ ഭാരവാഹികളെ കണ്ടെത്തേണ്ട ഘട്ടത്തിൽ വലിയ തർക്കങ്ങളിലേക്ക് പോകുന്നു. ഇതെല്ലാം ആത്യന്തികമായി സംസ്ഥാന നേതൃത്വത്തിൽ നിലനിൽക്കുന്ന ഭിന്നതയാണ്. ഔദ്യോഗിക പക്ഷവും വിമത പക്ഷവും തമ്മിലുള്ള തർക്കത്തിന്റെ തുടർച്ചയായി തന്നെയാണ് ഇതും കാണേണ്ടത്. കഴിഞ്ഞ ദിവസം നാരായണൻ നമ്പൂതിരി, അദ്ദേഹമാണ് സംസ്ഥാനത്ത് വരണാധികാരി. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പ്രവർത്തകർ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തർക്കത്തെ തുടർന്ന് തന്നെയാണ് അത്തരം ഒരു നടപടി ഉണ്ടായത്. മുൻ ജില്ലാ പ്രസിഡന്റുമാരടക്കമാണ് ഇത്തരത്തിൽ തടഞ്ഞു വെച്ചത്. ഇതേ ഭരണാധികാരിക്കെതിരെ തന്നെയാണ് ഇപ്പോൾ കൃഷ്ണദാസ് പക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പരാതി കേന്ദ്ര നേതൃത്വത്തിന് പോയിട്ടുള്ളത്. ഈ പരാതിയിൽ പറയുന്നത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു, ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ള നടപടികളാണ്. കാരണം അതിൽ ഈ നിയമാവലിയുണ്ട്. ആ നിയമാവലിക്ക് വിരുദ്ധമായി സജീവമായി പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയും എന്ന ഒരു നിലനിൽക്കെ മറ്റ് ഭാരവാഹിത്വമുള്ളവർക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ എന്ന നിലയ്ക്ക് ചില തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. ഇത് കേന്ദ്രത്തിന്റെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ബി.ജെ.പിയുടെ നേരത്തെയുള്ള സർക്കുലറുകൾക്ക് വിരുദ്ധമാണ്. അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു പരാതിയും ആക്ഷേപവുമാണ് ഇപ്പോൾ ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇനി തുടർന്നുള്ള ഘട്ടങ്ങളുണ്ട്. ഇനിയും ഭാരവാഹികളെ കണ്ടെത്തേണ്ടതുണ്ട്. സംസ്ഥാന അധ്യക്ഷനെ വരെ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴേ ഈ തരത്തിൽ തർക്കങ്ങൾ നീണ്ടുപോകുമ്പോൾ അത് ബി.ജെ.പിയെ സംബന്ധിച്ച്, സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് ആശാസ്യമായ കാര്യമല്ല. ഏതായിരുന്നാലും കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. രഞ്ജിത്ത്, ഇതിപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ അമിത്ഷായെ പോയി കണ്ടിരുന്നു. ഒറ്റയ്ക്കുള്ള കൂടിക്കാഴ്ചയായിരുന്നു. അതിനുശേഷം അവർ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കമിട്ടു. കേരളത്തിലെ ബി.ജെ.പി നന്നാക്കാനുള്ള ശ്രമങ്ങൾക്കുള്ള പിന്തുണ, മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കുള്ള പിന്തുണ അമിത്ഷാജി നൽകി എന്നുള്ള തരത്തിലൊക്കെ നമുക്കറിയാം. ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് അതിന്റെ അന്തിമഘട്ടത്തിലൊക്കെ എത്തുമ്പോഴേക്ക് സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഒരു പക്ഷേ മാറേണ്ട പശ്ചാത്തലമുണ്ട്, അല്ലെങ്കിൽ സുരേന്ദ്രൻ തുടരുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ കേഡർ പാർട്ടി എന്ന നിലയിൽ ഈ തർക്കങ്ങളും ഗ്രൂപ്പിസവും ഒക്കെ ഏതൊക്കെ തലത്തിലാകും അതിനെ ബാധിക്കുക, അതിനെ ദേശീയ നേതൃത്വം എങ്ങനെ കാണുന്നു എന്നതും പ്രധാനമാണല്ലോ. രഞ്ജിത്ത്, നേരത്തെ തന്നെ ഓൺലൈൻ യോഗം വിളിച്ചിരുന്നു. അത് കേന്ദ്ര നിരീക്ഷകൻ പങ്കെടുത്ത ഓൺലൈൻ യോഗമാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചേർന്നാണ് ഈ യോഗം വിളിച്ചത്. ആ യോഗത്തിൽ തന്നെ സുരേന്ദ്രന്റെ അധ്യക്ഷ പദവി അത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായി. ആ യോഗം തീരുന്നതിന് മുൻപ് തന്നെ പി.കെ. കൃഷ്ണദാസും എം.ടി. രമേശും അടക്കമുള്ളവർ ഈ യോഗം വിട്ടുപോകുന്ന സ്ഥിതി ഉണ്ടായി. കാരണം ഈ ജില്ലാ പ്രസിഡന്റുമാർക്ക് അവർക്ക് തുടരാം, 5 വർഷം കഴിഞ്ഞവർക്ക് മത്സരിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയിരുന്നു. ഇത് സംസ്ഥാന പ്രസിഡന്റിന് ബാധകമാകുമോ എന്ന ചോദ്യമാണ് കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ ഉന്നയിച്ചത്. ഇക്കാര്യത്തിൽ താൻ മറുപടി പറയാൻ അശക്തനാണ് എന്ന് കേന്ദ്ര നിരീക്ഷകൻ വ്യക്തമാക്കുകയും ചെയ്തു. അത് കേന്ദ്ര നേതൃത്വമാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതിലൊരു വ്യക്തത വരാത്തതോടുകൂടിയാണ് കൃഷ്ണദാസ് പക്ഷം അന്ന് യോഗത്തിൽ നിന്ന്, ഓൺലൈൻ യോഗത്തിൽ നിന്ന് വിട്ടുപോയത്. ഏതായിരുന്നാലും അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളെയും കാണേണ്ടത്. കഴിഞ്ഞ ദിവസം ഈ ഭരണാധികാരിയായ നാരായണൻ നമ്പൂതിരിയെ കൊല്ലത്ത് തടഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായി. അത് സാധാരണ പ്രവർത്തകരെല്ലാം, മറിച്ച് നേരത്തെ തന്നെ കൊല്ലത്ത് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളുകൾ അടക്കമാണ് ഇത്തരത്തിൽ പ്രത്യക്ഷമായ തർക്കവുമായി, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മാത്രമല്ല, ഈ ബൂത്ത് കമ്മിറ്റികൾ 50% മാത്രം ആയ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ആ തരത്തിൽ 50% താഴെയുള്ള സ്ഥലങ്ങളിലൊക്കെ അഡ്ഹോക് കമ്മിറ്റി വെക്കുക എന്നൊരു തീരുമാനത്തിൽ പോകുന്നു. അതായത് തർക്കങ്ങൾ പല ഇടങ്ങളിലായി നിൽക്കുന്നു. മണ്ഡലം കമ്മിറ്റി എടുക്കുമ്പോൾ, മണ്ഡലം പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ കൃഷ്ണദാസ് പക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പരാതി കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്നത്. അതാണ് സാഹചര്യം. മണ്ഡലം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലടക്കം പരാതിയുണ്ട്. ഭരണാധികാരി ആ തരത്തിൽ വലിയ തോതിലുള്ള പരാതികളുമായി സമീപിച്ചിരിക്കുന്നു. ഭരണാധികാരിക്കെതിരെ ദേശീയ നേതൃത്വം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയിൽ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം ഒരുങ്ങി വന്നിരിക്കുന്നതെന്നതും പ്രധാനമാണ്. വി വിനോദാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.